ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭർത്താവ് ഒരു ദരിദ്രവാസിയാണെങ്കിലോ? ആ, ആര് പറഞ്ഞു? എന്റെ ഭർത്താവ് അങ്ങനെ ഒരു ദരിദ്രവാസിയല്ലല്ലോ. അന്തസ്സും അഭിമാനവും ഏറ്റവും വലിയ സമ്പത്തായി കരുതുന്ന ആളല്ലേ. എവിടെയാടി ഇതിന്റെ അമ്മ? ഇപ്പൊ എന്റെ 1-ാം നമ്പർ ശത്രു. അമ്മ ആരോ കാണാൻ വേണ്ടി പുറത്തേക്ക് പോയിരിക്കും അച്ഛാ. ആ ആർക്കാ എന്നെ കാണാൻ ഇത്ര തിടുക്കം? അച്ഛന്. അയ്യോ, എനിക്ക് കാണണ്ടേ. അതിന്റെ പേരിൽ ഇവിടെ ഒരു ഭൂകമ്പം വേണ്ട. ഞാനൊരു ഫോർമാലിറ്റിക്ക് ചോദിച്ചതേ ഉള്ളൂ. പിന്നെ ഫോർമാലിറ്റി. അമ്മ, പിറന്നാളായിട്ടെങ്കിലും രാജുവിനോട് മര്യാദക്കൊന്ന് സംസാരിച്ചൂടെ? ആ, എനിക്ക് കുറെ നാളായിട്ട് മര്യാദ കുറവാ. സ്റ്റോക്ക് തീർന്നു പോയി. പെങ്ങളുടെ കയ്യിലുള്ള മര്യാദ കുറച്ച് ആങ്ങളിക്ക് കൂടെ കൊടുക്കടി. ആ, നിക്കടി അങ്ങോട്ട്. എന്താ ഞാൻ സത്യമായിട്ടും പറയാ, ഈ രാധമ്മയ്ക്ക് വട്ടാ. ഓ, വെറും വട്ടല്ല, വട്ടേ വട്ട്. ദാണ്ട, ഞാൻ നല്ലൊരു മരുന്ന് പറഞ്ഞു തരാം. എന്താ? എന്ത് മരുന്ന്? അത് ഉതുപ്പാൻകുളങ്ങരയിൽ ഒരു മനയുണ്ട്. പ്രശസ്തമായ ഒരു വളഞ്ഞ പുളിമന. വടിഞ്ഞു പൊളിഞ്ഞ മന? അതെ, ആ മനയ്ക്ക് അങ്ങനെയാ പേര്. ആ മനയിലെ തിരുമേനിമാരെല്ലാം ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞാ ഇരിക്കുന്നത്. അതിലൊരു തിരുമേനിയുണ്ട്, ശൂലപാണി നമ്പൂതിരി. അയാളടുത്ത് രാധമ്മയെ കൊണ്ടു ചെന്നാ മതി. 40 ദിവസം ഒരു നെല്ലിക്കാത്തളം, രോഗം മാറി കിട്ടും. ഓ, നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും. പിന്നെ ഓ, ഞാൻ പോയി ചികിത്സിച്ചിട്ടുള്ളതാ അവിടെ. അതെ, എന്റെ അമ്മയ്ക്ക് നെല്ലിക്കത്തളം ഒന്നും വേണ്ട. അളിയന്റെ അമ്മ പറഞ്ഞാ മതി, ഞാൻ ഊളം പാറയ്ക്ക് കൊണ്ടുപോവാ. മേഡം വന്നേ. പിന്നെ ഭരിക്കുന്നത് എന്നോട് നിങ്ങളുടെ മകനോടും ഒക്കെ മതി. എന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞ നിങ്ങൾ വിവരം അറിയും. യൂസ്ലെസ്. ചേട്ടൻ വന്നേ, വാ. ഒട്ടകത്തിന് കിടക്ക ഇടം കൊടുത്ത അറബിയെ പോലെയായി ഞാൻ. ഇങ്ങനെ ഒരു ശല്യം. പിന്നെ ഒരു ജയേട്ടനും പ്രിയ മോളും. എല്ലാത്തിനും ഞാൻ ശരിയാക്കി തരാം. ഹലോ, ആര്യദേവി കൊച്ചമ്മിണി ടാക്കിംഗ്. അല്ല, ഞാനൊരു വിമാനത്തിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. എന്ത്? അതൊന്നും എനിക്കറിഞ്ഞൂടാ. ആദ്യം എനിക്ക് പോകേണ്ടത് ഗുളുഗുളു മണാലി. അപ്പം എല്ലാം പറഞ്ഞതുപോലെ. വേണുവേട്ടാ, രാധേ, നീ എന്തിനാ വീണ്ടും വിഷമിക്കുന്നേ? നോക്കിയേ, അതെല്ലാം കഴിഞ്ഞു. നമ്മളൊരു പേക്കിനാവ് കണ്ടു. ദുസ്വപ്നം എന്നൊക്കെ അതിനെ പറയാം. അതൊരു ദുസ്വപ്നമായിട്ട് കരുതിയാ മതി. അല്ലാതെ കഴിഞ്ഞതെല്ലാം ഓർത്തിരുന്നാ പിന്നെ അതിന് നേരം ഉണ്ടാവൂ. തെറ്റെന്റെ ഭാഗത്തുണ്ടടി. എല്ലാ കാര്യത്തിലും നമ്മൾ തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ നമ്മൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കാറുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ തെറ്റിച്ചു. സരസ്വതി മാഡം എന്ന് പറഞ്ഞപ്പോ രാജുവിനെ ഋതുമോളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തില്ലേ? അല്ല, ഞാൻ ചെയ്തത് തെറ്റല്ലേ?
വാക്ക് കൊടുത്തതും പോരാഞ്ഞിട്ട് ഞാൻ നിന്നോട് പറഞ്ഞതുമില്ല. നീയും തുറന്നു പറഞ്ഞില്ല. അതാ പറ്റിയ. അതെ, എന്തും പരസ്പരം തുറന്നു പറയുന്ന നമ്മൾ രണ്ടുപേരും ഇക്കാര്യം പറയാതിരുന്നു. അതാ കുഴപ്പമായത് വേണുവേട്ടാ. എടീ, ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയണം. അത് മറച്ചു വെച്ച ഇതുപോലുള്ള പ്രതിസന്ധികളിൽ ചെന്നുപെടും. എന്നാലും ഋതുമോളോട് ഞാൻ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. ദേ, പിന്നെ അതിലേക്ക് തന്നെ വരുന്നു. ആ കൊച്ചു മനസ്സിൽ ഒന്നും സൂക്ഷിക്കുന്നവളല്ല, പഞ്ചപാവ. സ്വന്തം അമ്മയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലവള്. അതുപോലെ തന്നെയാടി ഞാനും. നീ പിണങ്ങി നടക്കുന്നൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നെ കൊല്ലുന്നതിന് തുല്യ. ഒരപേക്ഷയെ എനിക്ക് നിന്നോടുള്ളൂ. ഈ കുടുംബത്തിനൊരു താളമുണ്ട്. ഞാനും നീയും ഒരേ മനസ്സും രണ്ട് ശരീരമായി നിൽക്കുമ്പോഴാ കുടുംബത്തിൽ സമാധാനം. അത് നമ്മളെ വിട്ട് കളയരുത്. ഏയ്, ഇല്ല വേണുവേട്ടാ. എന്താ ഇത്? എന്റെ പിറന്നാൾ സമ്മാനമായത്. വേണുവേട്ടൻ ഇത് രാജുവിന് കൊടുക്കണം. അത് വേണ്ട. സമ്മാനം നീ നേരിട്ട് കൊടുത്താ മതി. അപ്പോഴവന് സന്തോഷാവാ. അത് വേണ്ട വേണുവേട്ടാ. നമ്മൾ അമ്പലത്തിൽ വെച്ച് ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ലേ വന്നത്? ഞാൻ രാജുവായിട്ട് മിണ്ടുന്നത് ആ ജയന്റെ അമ്മയെങ്ങനും കണ്ടാലോ? ആ, ഇത് തന്നേക്ക്. ഇത് ഞാൻ തന്നെ നീ തന്നാണെന്ന് പറഞ്ഞ് കൊടുത്തേക്കാം. അല്ല, ഇത് വാങ്ങാനുള്ള കാശ് എവിടുന്ന? അത് ഞാൻ നുള്ളിപ്പുറയ്ക്ക് സുരുക്കൂട്ടി വെച്ചതാ. അടുക്കളയിലും വെച്ചിട്ടുണ്ട് ചെറിയൊരു സമ്പാദ്യപ്പെട്ടി. ഇത്തരം സമ്പാദ്യങ്ങളുണ്ടെന്ന് ഭർത്താവിനോട് പോലും പറയരുത്. ഭർത്താവ് ഒരു ദരിദ്രവാസിയാണെങ്കിലോ? ആ, ആര് പറഞ്ഞു? എന്റെ ഭർത്താവ് അങ്ങനെ ഒരു ദരിദ്രവാസിയല്ലല്ലോ. അന്തസ്സും അഭിമാനവും ഏറ്റവും വലിയ സമ്പത്തായി കരുതുന്ന ആളല്ലേ. അതിലേറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ഈ ഞാനാ. അയ്യോ, നമ്മള് തമ്മിൽ പിണക്കാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാ ഓർത്തേ. നീ ചെല്ല് 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 ചെല്ല്. അപ്പോ പോ വേണോട്ടാ. വാ.